ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീൽ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1.5 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം. ഊറ്റിയെടുത്ത റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല തണുക്കാൻ വേണ്ടിയിട്ട് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ലത്. സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ റൈസ് തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കണം. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ നമുക്കിത് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ മുട്ട ഒന്ന് ചിക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്പാച്ചുല വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓവറായിട്ടൊന്നും കുക്ക് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയൊരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ചിക്കി എടുക്കുമ്പോൾ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. ചെറിയ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 4 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കണം ഇനി. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഞാൻ പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സവാളയാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് വേണം കേട്ടോ വെജിറ്റബിൾസ് അരിയാൻ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാളക്ക് പകരം സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീൻസ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ പച്ചപ്പട്ടാണിക്കടല ഉണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ക്യാബേജ് എടുത്തിട്ടുണ്ട് 1/4 കപ്പ്. പിന്നെ ക്യാപ്സിക്കം അതും തന്നെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട. ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. പിന്നെ ഈ സോസൊന്നും ചേർക്കാതെയുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൽക്കാര വീടുകളുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് നന്നായി തണുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ. അല്ലെങ്കിൽ ഇത് നമ്മൾ ചൂടോട് കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസും വെജിറ്റബിൾസും ഒക്കെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ല വിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ഒരു ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്